ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ പേരിൽ പാർലമെന്റിനകത്തും പുറത്തും നാടകീയ സംഭവങ്ങൾ. പാർലമെന്റ് പുറത്ത് അംബേദ്കർ ചിത്രങ്ങളുമായി എത്തി പ്രതിഷേധിച്ച് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി. പിടിച്ചു തള്ളിയെന്നും മർദ്ദിച്ചെന്നും ആരോപിച്ച് ഇരുപക്ഷവും പരാതിയുമായി എത്തി. तो बीजेपी के एमपी जो थे वो मुझे ऐसे रोकने की कोशिश कर रहे थे, धकेल रहे थे और मुझे धमका रहे थे, तो वो हुआ है। धमका मुक्की से हमें कुछ होता नहीं है, मगर ये एंट्रेंस है पार्लियामेंट और हमारा अधिकार है अंदर जाने का। और बीजेपी के जो मेंबर्स हैं वो हमें अंदर जाने से रोक रहे हैं। तो इशू है कि ये कॉन्स्टिट्यूशन पर आक्रमण कर रहे हैं और जो अम्बेडकर जी की देखिए इस वक्त राहुल गांधी मीडिया से लंबा गैप में खड़ा हुआ था। राहुल गांधी एक एमपी को धक्का लगा, मेरे ऊपर गिर पड़ा और मैं नीचे गिर गया। किसने धक्का मारा? राहुल गांधी ने? हाँ, राहुल गांधी ने। राहुल गांधी ने धक्का मारा? राहुल गांधी। कौन सी जगह पे सर? सीढ़ी के ऊपर में मैं खड़ा हुआ था और राहुल गांधी ने आकर के एक एमपी को धक्का लगाया, वो मेरे ऊपर गिर पड़ा और मैं। कहाँ चोट लगी सर आपको? कहाँ चोट? രാഹുൽ ഗാന്ധി പിടിച്ചു തള്ളിയെന്നാരോപിച്ച് ബി.ജെ.പി വനിതാംഗങ്ങൾ ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകി. തന്നെ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് ബി.ജെ.പി അംഗങ്ങൾക്കെതിരെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ സ്പീക്കറെ കണ്ടു. രാഹുൽ ഗാന്ധിയെ തടഞ്ഞെന്നാരോപിച്ച് ഇന്ത്യ മുന്നണി പാർട്ടികൾ സ്പീക്കർക്ക് പരാതി നൽകി. പാർലമെന്റിന്റെ ഇരുസഭകളും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുള്ള നേർക്കുനേർ പോരിന് ഇന്ന് വേദിയായി. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ഭരണപക്ഷം, ഒരു ഭാഗം മാത്രമാണ് കേട്ടതെന്ന് പ്രതിപക്ഷവും. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും വാക്പോരായിരുന്നെങ്കിൽ ഇന്ന് അംഗങ്ങൾ പരസ്പരം തള്ളിയും തൊഴിച്ചുമൊക്കെ നേരിട്ട് ഏറ്റുമുട്ടുന്ന കാഴ്ചയ്ക്ക് പാർലമെന്റ് പുറത്തും അകത്തുമൊക്കെ വേദിയാകുന്നു. ഈ സംഘർഷങ്ങളിൽ, ഈ തമ്മിൽ തല്ലിൽ എന്തായിരിക്കും ഇനി നടപടി? ഗോകുൽ, ചരിത്രത്തിൽ മുമ്പ് ഒരിക്കലും കാണാത്ത തരത്തിലുള്ള രംഗങ്ങൾക്കാണ് പാർലമെന്റ് പരിസരം ഇന്ന് വേദിയായത്. പാർലമെന്റിലേക്കുള്ള പ്രവേശന കവാടം മഗർദ്വാറിന് മുന്നിലാണ് ഈ സംഘർഷ രംഗങ്ങൾ ഉണ്ടായത്. അംബേദ്കറിന് എതിരായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ വിവാദ പരാമർശം സംബന്ധിച്ച് ഉള്ള പ്രതിഷേധവും ഇന്ന് രാവിലെ തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. 10 മണിക്ക് അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നും ഒത്തുചേർന്ന ശേഷം മഗർദ്വാറിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. തൊട്ടു പിന്നാലെ തന്നെ BJP അംഗങ്ങളും കോൺഗ്രസ് അംബേദ്കറിനെ അവഹേളിച്ചതിൽ പ്രതിഷേധവുമായി മഗർദ്വാറിൽ ഒത്തുചേരും എന്ന് അറിയിച്ചു. ഈ 10 മണി സഭ സമ്മേളിക്കുന്നതിന് തൊട്ടു മുമ്പായി ഈ പ്രതിഷേധങ്ങൾ പരസ്പരം മുഖാമുഖം നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനുശേഷം 11 മണി സഭ സമ്മേളിക്കുന്ന ഘട്ടത്തിലേക്ക് ഈ അംഗങ്ങൾ സഭയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുമ്പോഴാണ് ഈ ഉന്തും തള്ളും ഉണ്ടായത്. ഈ സംഘർഷത്തിൽ, ഈ ഉന്തിലും തള്ളിലും അല്ലെങ്കിൽ കയ്യാങ്കളിയിൽ ഇരുപക്ഷത്തും പരിക്കേറ്റതായുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. BJPയുടെ 2 അംഗങ്ങൾ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് കാൽമുട്ട് അതിന് പരിക്കേറ്റു എന്ന് അദ്ദേഹവും പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി പിടിച്ചു തള്ളിയെന്നും പരിക്കേറ്റു എന്നും ആരോപിച്ചുകൊണ്ടുള്ള പരാതി, 3 പരാതികൾ വനിതാ അംഗമായ ബാൻസുരി സ്വരാജ് അടക്കമുള്ള 3 പേർ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ രാജ്യസഭയിലെ ഒരു വനിതാ അംഗം രാജ്യസഭ സമ്മേളിക്കുന്ന ഘട്ടത്തിൽ പരാതി നൽകി. കൂടാതെ രാജ്യസഭാ ചെയർമാനെ ചേംബറിൽ കണ്ടും പരാതി അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അംബേദ്കറിന് എതിരായി നടത്തിയ വിവാദ പരാമർശം സംബന്ധിച്ചുള്ള പ്രതിഷേധം അത് ഇരുകൂട്ടരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക്, കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു പാർലമെന്റ് വളപ്പിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ കോൺഗ്രസിന്റെ വനിതാ അംഗങ്ങളും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ അവകാശം ലംഘിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് അംഗങ്ങൾ ലോക്സഭ സ്പീക്കർക്ക് പരാതി നൽകി. കൂടാതെ ഇന്ത്യ സഖ്യത്തിന്റെ 14 പാർട്ടികൾ, തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള 14 പാർട്ടികളുടെ നേതാക്കൾ സ്പീക്കറെ നേരിൽ കണ്ട് മറ്റൊരു പരാതി കൂടി നൽകിയിട്ടുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധിക്ക് എതിരായ പരാതികളും 2 സഭകളിലും അധ്യക്ഷന്മാർക്ക് ലഭിച്ചിരിക്കുന്നു. സഭ നാളെയും സമ്മേളിക്കും എന്ന് ഉറപ്പാണ്. ഈ പരാതികളിലായിരിക്കും നാളത്തെ സമ്മേളനം പൂർണ്ണമായും മുങ്ങുക എന്നും ഉറപ്പായിരിക്കുകയാണ്. സമവായത്തിലേക്ക് കാര്യങ്ങൾ ഒട്ടും നീങ്ങാത്ത തരത്തിൽ പരസ്പരം മുഖാമുഖം നിൽക്കുകയാണ്. ഈ സഭാ പിരിഞ്ഞ ശേഷവും ഇരു പാർട്ടികളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി 2 പക്ഷവും സജീവമാണ്. ഗോകുൽ. ശരി ബൽറാം, ഏതായാലും അമിത്ഷായുടെ അംബേദ്കർ പരാമർശം, അതിലുള്ള വിവാദം തുടരുകയാണ്. അത് സഭയ്ക്ക് പുറത്തേക്ക് കൂടി ചർച്ചയാക്കുമ്പോൾ അത് പ്രതിരോധിക്കുകയാണ്. പരസ്യമായി തന്നെ അമിത്ഷാ അടക്കം എക്സ് അടക്കം ഇന്ന് ആ വിവാദ പ്രസംഗം പങ്കുവച്ചതിന് MP മാർക്കും കോൺഗ്രസ് നേതാക്കൾക്കും നോട്ടീസ് അയച്ചു എന്ന സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്.